പ്രിയ എങ്ങോട്ട് നോക്ക്. ആ വാങ്ങാം, ലേറ്റ് ആയിക്കണോ? ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു 6 ദിവസം നമ്മളിപ്പോൾ നാട്ടിൽ നിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി, അതായത് നാളെ മോർണിംഗ് പുലർച്ചെയാണ് നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോൾ, ഈ ചെറിയ ചെമ്മീൻ നമ്മൾ യു എയിൽ കിട്ടൂലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാക്കുൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രീസറിൽ ഐസാക്കിയിട്ടാട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ ലീവിനെ വന്നത് എന്നുണ്ടെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ കിട്ടാത്തതും കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോകാനുള്ള ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിൾ മാരിനേഷനാണ്. മുളക് പൊടി, ഉപ്പും അതുപോലെ ഒരു വെളുത്തുള്ളി കുത്തിയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഗോതമ്പ് പൊടി കാര്യമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് കാക്കൂന് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി, രാഗിപ്പൊടി, അങ്ങനത്തെ പൊടി ഐറ്റംസൊക്കെ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കൂടുതലായിട്ടും ബേക്കറി ഐറ്റംസാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നിട്ട് 2 മാസം മുന്നേ വന്ന് പോയതല്ല, അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും കുറച്ച് തേങ്ങ ചിരകിയതും അതുപോലെ പിന്നെ കൂടുതലായിട്ട് ബേക്കിങ്ങിനുള്ള ഐറ്റംസാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇവിടെ കേക്കിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പെട്ടിയിലേക്ക് വെക്കുകയാണ്. പിന്നെ എത്ര പെട്ടി കെട്ടണ്ടെന്ന് വെച്ചാലും നമുക്ക് ട്രോളിങ് ലഗേജൊക്കെ അത്യാവശ്യം ഉണ്ട്. ലഗേജ് അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റണോണ്ട് തന്നെ കാലിയായിട്ട് നമുക്ക് പോകുമ്പോൾ ഒരു സങ്കടമാണ്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ ഐറ്റംസും കൂടുതൽ മേടിച്ചിട്ടുള്ളത്. പിന്നെ അതാ ഉപ്പ നല്ല നാടൻ പായൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. ഇനി റൂമിലെത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് പഴുക്കും പറഞ്ഞിട്ടാണ് കേട്ടോ. സിയമോക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാ ചെറിയ കഞ്ഞി വെക്കുന്ന അരിയും അതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറ് വെക്കാനും ഒക്കെ പെട്ടെന്ന് വേവും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 കിലോ ഏറെ തന്നെ എടുത്തിട്ടുണ്ട്. പെട്ടിയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചൊന്ന് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. 4:15 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ഞങ്ങൾ തിരൂരല്ല, അപ്പോൾ തിരൂരിന്ന് എയർപോർട്ടിലേക്കുള്ള ഒരു ഡിസ്റ്റൻസും പിന്നെ 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തണം എന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 1:15 ആ ഒരു സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ സിയമോളെ എണീപ്പിക്കുകയാണ്. കാക്കുവിൻ്റെ ബ്രദറും കസിനാണ് കേട്ടോ ഞങ്ങളെ എയർപോർട്ടിലേക്ക് ആക്കി തന്നത്. അതിന് ശേഷം അവർ പോയി. പിന്നെ ഞങ്ങളിതാ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ഉണ്ടായിന് കേട്ടോ. ആ ഒരു സമയത്ത് 1-2 ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ക്യൂ ഉണ്ടായിന്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ സിയമോളെ ഉറക്കവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഈ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി എയർ അറേബ്യക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. എനിക്ക് കാണുന്നുണ്ടോ നോക്ക്. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഫ്രീ ഫുഡ് ഇപ്പോൾ എയർ അറേബ്യ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടത് ഒരു ചിക്കൻ്റെ പാസ്തയാണ് കേട്ടോ. ചിക്കൻ മഷ്റൂം കാജു ചിക്കൻ മഷ്റൂം പാസ്ത എന്ന് പറഞ്ഞിട്ട്, അതായത് അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ടുള്ളൊരു പ്രത്യേക സോസിലൊക്കെ കുളിപ്പിച്ചിട്ടുള്ളൊരു പാസ്ത കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടാളും ഓൾറെഡി വീട്ടിൽ നിന്ന് ചെറിയ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ മോർണിംഗ് ആകുമ്പോഴത്തേനും അവിടെ എത്തുമല്ലോ. അപ്പോൾ ഇത് രണ്ടാൾക്കും കഴിക്കാൻ മാത്രം ഉണ്ടായിന് കേട്ടോ. പിന്നെ മോക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. 10 ദിർഹംസോ 12 ദിർഹംസോ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് ഈ ഒരു ബോക്സിൽ ഇതുപോലെ കുട്ടികൾക്കുള്ള മുട്ടായി, അതുപോലെ പിന്നെ ബിസ്ക്കറ്റ്, കുക്കീസ്, അതുപോലെ ഒരു മിൽക്കി ബാർ, പിന്നെ ഒരു ജ്യൂസ്, അതുപോലെ പിന്നെ ഒരു ക്രയോൺസും അതുപോലെ ഒരു കളറിങ് ബുക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ യു എയിൽ തിരിച്ചെത്തിയിട്ട് ഏകദേശം 1 മാസം ആവാനായിട്ട്. ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നാട്ടിൽ 6 ദിവസം നിന്നിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ കുറച്ച് ബിസി ആയിട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഫുള്ള് റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഒരു മടി പിടിച്ച്, അതുകൊണ്ടാട്ടോ വീഡിയോ ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ ഇതാ ഫ്ലൈറ്റ് അബുദാബിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്.
ഞാനിതിൻ്റെ മുന്നേ അബുദാബിക്ക് വന്ന സമയത്ത് അബുദാബി പുതിയ എയർപോർട്ടിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇപ്പോഴത്തെ പുതിയ എയർപോർട്ടിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് തോനെ നടക്കാനുണ്ട് കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടങ്ങേറാവും, കുറച്ച് അധികം നടക്കാനുണ്ട്. ഇത് ഒറ്റക്കാണെന്നാൽ പറയുമ്പോൾ പിന്നെ ഇന്നും കൂടി ഉണ്ടാക്കാതെ നടക്കുന്നാലേ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയതിന് ശേഷം ലഗേജ് വെയിറ്റ് ചെയ്യാം കേട്ടോ കാക്കു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യാനായിട്ട് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല കേട്ടോ. അങ്ങനെ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ ലഗേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ എങ്ങോട്ട് നോക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കാക്കുവിൻ്റെ ഫ്രണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിൽ കയറി റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ റൂമിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ. കാരണം സിയമോളൊന്നും ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാത്തതല്ലേ. വെള്ളപ്പവും കടലക്കറിയും അതുപോലെ മുട്ട റോസ്റ്റൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം റൂമിലെത്തി ഒന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടേനി. ഈ സാധനങ്ങളൊക്കെ ഇനി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ, കാക്കുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത്. അപ്പോൾ എത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.